ഇപ്പോൾ ദോഹയിൽ നിന്നും ശ്രീജിത്ത് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ആദ്യം തന്നെ എത്രത്തോളം ആശങ്കയോട് കൂടി കാണുന്നുണ്ട് ഈ ഒരു വിഷയത്തെ? എന്തെല്ലാം നിർദ്ദേശങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് പറയൂ. തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. കാരണം സദാ എല്ലാ ദിവസത്തെയും പോലെ എല്ലാവരും ജോലി കഴിഞ്ഞ് വീടുകളിലേക്ക് വരുമ്പോഴാണ് ആകാശത്ത് നമ്മൾ പണ്ട് അമർചിത്ര കഥകൾ വായിച്ചിരിക്കുന്ന പോലെയും അതോടൊപ്പം തന്നെ നമ്മൾ പഴയ പുരാണ TV ചാനലിലൊക്കെ കണ്ടുപോലുള്ളൊരു അപ്രതീക്ഷിതമായ സംഭവം ദോഹയിലെ ആകാശത്ത് കാണാൻ സാധിച്ചത്. അത് ഇവിടുത്തെ ഭരണകൂടവും അതോടൊപ്പം ഇന്ത്യൻ എംബസിയും കർശന മാർഗനിർദ്ദേശങ്ങളും നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ സാധാരണക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. സാധാരണ ജീവിതം അതേപോലെ മുന്നോട്ട് പോകുന്ന രീതിയിലാണ്. അതുപോലെ അനാവശ്യമായി പുറത്ത് ഇറങ്ങാതെ വീടുകളിൽ തന്നെ നിൽക്കണമെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ. ഇപ്പോൾ ഖത്തറിന് തന്നെ സ്ഥിരീകരണം വരികയും ചെയ്യുന്നുണ്ട് ഈ വിഷയത്തെ കുറിച്ച് തന്നെ. അതിൽ പ്രതിഷേധവും അറിയിക്കുന്നുണ്ട്. എന്തായാലും പുറത്തിറങ്ങരുത് എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളുണ്ട്. ഇത് കൃത്യം എത്ര സമയത്തോടു കൂടിയായിരുന്നു? സ്ഫോടന ശബ്ദങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ? തീർച്ചയായും ഖത്തർ എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ വലിയ മുഴക്കങ്ങളുടെ ശബ്ദം കേട്ടുകൊണ്ടാണ് നമ്മളൊക്കെ പുറത്തേക്ക് ഇറങ്ങിയത്. ഞാനൊരു പൊതുപ്രവർത്തകൻ കൂടെയാണ്. KPCCയുടെ വിദേശ സംഘടനയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. അപ്പൊ ഇന്നത്തെ വിജയാഘോഷവുമായിട്ട് ബന്ധപ്പെട്ട്, തെരഞ്ഞെടുപ്പ് വിജയാഘോഷവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഓൾ ഐഡിയൽ സ്കൂളിൽ ഒരു പരിപാടി സംഘടിപ്പിച്ച് ആ പരിപാടിയിൽ നിൽക്കുമ്പോഴാണ് വലിയ രീതിയിലുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നത്. ആകാശത്ത് വലിയ രീതിയിലുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നത്. അപ്പം എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നോക്കുന്നത്, ഞാൻ നേരത്തെ മുന്നേ സംസാരിച്ച പോലെ പഴയ നമ്മുടെ മഹാഭാരതം പോലുള്ള സീരിയലിലൊക്കെ കാണുന്ന പോലെ ആകാശത്ത് തീഗോളങ്ങൾ കൂട്ടിമുട്ടി പൊട്ടിത്തെറിക്കുന്നതാണ് കാണുന്നത്. തീർച്ചയായും കുറെ നാളുകളായിട്ട് തന്നെ ഈ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഇങ്ങനെ ഒരു നടപടി അവിടെ നേരിട്ടുണ്ടായി എന്ന് പറയുമ്പോൾ എത്രത്തോളം ആശങ്കയോട് കൂടി ഓരോരുത്തരും ഇതിനെ വീക്ഷിക്കുന്നുണ്ട്. കൃത്യമായ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നുണ്ട്. എന്താണ് അവിടുത്തെ ഓരോ അധികൃതരും ഇതിനെ സംബന്ധിച്ച് നിങ്ങളടുത്ത് ഓരോരുത്തർക്കും പറയുന്നത്? എത്രത്തോളം ആശങ്കയോട് കൂടി കാര്യങ്ങളെല്ലാം നിരീക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ? ആശങ്കകൾ ഉണ്ടെങ്കിലും തീർച്ചയായും ഇവിടെ ശക്തമായ ഒരു ഭരണകൂടമുണ്ട്. ഭരണകൂടത്തിന്റെ മാർഗനിർദ്ദേശം അനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കാരണം നമ്മുടെ ഓരോ ഇവിടുത്തെ പൗരന്മാരെ പോലെ തന്നെ ഓരോ പ്രവാസികളുടെയും ജീവനും കൃത്യമായ കരുതലും മുൻകരുതലുകളും മുൻഗണനയും നൽകുന്ന ഒരു സർക്കാർ സംവിധാനമാണ്, ഒരു ഭരണ സംവിധാനമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു അസ്ഥിരതയോ സുരക്ഷാ ബുദ്ധിമുട്ടോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ നാട്ടിൽ ഇങ്ങനൊരു അതിക്രമം നടന്നതിൻ്റെ ഒരു മാനസിക ബുദ്ധിമുട്ട് ഉണ്ട് അല്ലാതെ ബാക്കിയെല്ലാം സാധാരണ നിലയിൽ തന്നെയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവ വികാസം തന്നെയാണിത്. ഈ അമേരിക്കൻ ബേസിനോട് ചേർന്ന് ജനവാസ മേഖലകളൊക്കെ ഉള്ള ഇടങ്ങളല്ലേ? അവിടെയൊക്കെ നിങ്ങളെവിടെയാണ് താമസിക്കുന്നത്? ഇതിനോട് ചേർന്ന സ്ഥലങ്ങളിലാണോ? അതിന് ചുറ്റുപാടുള്ള പ്രധാന ഇടങ്ങൾ ഏതൊക്കെയാണ്? ഏകദേശം 7 കിലോമീറ്ററോളം മാറിയാണ് അലുദൈദ്, ഈ പറയുന്ന അലുദൈദ് എയർബേസ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ അലുദൈദ് എയർബേസിലാണേലും ഒത്തിരി മലയാളികൾ, ഇപ്പോൾ നമ്മുടെ ഒരു സഹപ്രവർത്തകൻ, അദ്ദേഹത്തിന്റെ സ്ഥാപനം, അതായത് ഷോപ്പ് അതിൻ്റെ അകത്താണ്. അപ്പൊ നമ്മൾ ഈ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് നിന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ സ്റ്റാഫ് വല്ലാതെ ഭയപ്പെട്ട് വിളിച്ച് കരയുകയുണ്ടായി. കാരണം അദ്ദേഹം മാത്രമുള്ള ഒരു സൂപ്പർ മാർക്കറ്റാണ് അതിൻ്റെ അകത്തുള്ളത്. അപ്പം ജനവാസം, മലയാളികളും അതിന്റെ അലുദൈദ് എയർബേസുമായി ബന്ധപ്പെട്ട് ഉപജീവന മാർഗവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ സ്ഥാപനം, ചെറിയ ചെറിയ ഷോപ്പുകൾ നടത്തുന്നവരും അതോടൊപ്പം തന്നെ ഇൻഡസ്ട്രിയൽ ഏരിയയൊക്കെ അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഏകദേശം 7 മുതൽ 10 കിലോമീറ്റർ വ്യത്യാസമാണുള്ളത്. ദോഹ എന്ന് പറയുന്നത് നമ്മുടെ ചെറിയൊരു സ്ഥലമാണല്ലോ. ശ്രീജിത്ത്, വന്ന മിസൈലുകളൊക്കെ ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ? അങ്ങനെ വീണ് അപകടം ഉണ്ടായിട്ടില്ല എന്നാണ് അല്ലേ അറിയുന്നത്? അപകടം ഉണ്ടായിട്ടില്ലെന്ന് തന്നെയാണ് നമ്മുടെ അറിവ്. പിന്നെ നമുക്ക് ഇതേപ്പറ്റി ഔദ്യോഗികമായിട്ട് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളും ഇത് ആകാശത്ത് നിന്ന് കാണുന്നതാണ്. മറ്റെന്തെങ്കിലും എംബസിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നേരത്തെയുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെ സുരക്ഷാ മുൻകരുതൽ തന്നിട്ടുണ്ട്? സുരക്ഷാ മുൻകരുതൽ എന്ന് പറയുന്നത്, നമ്മൾ അനാവശ്യമായി പുറത്തേക്ക് ഇറങ്ങാതെ വീടുകളിൽ തന്നെ നിൽക്കുവാനാണ് എംബസിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന മാർഗനിർദ്ദേശം.